ടിപ്പു സുൽത്താനെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഖബറടക്കിയിരിക്കുന്ന ഗുംബസ് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരിലാണ്. മൈസൂരിൽ നിന്നും 14 കിലോമീറ്റർ അകലെ ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ് ടിപ്പു സുൽത്താനെയും കുടുംബാംഗങ്ങളെയും ഖബറടക്കിയിരിക്കുന്ന ഗുംബസ്. ദൂരെ കാണുന്ന ആ ഒരു മിനാരം പോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതാണ് ഗുംബസ് എന്ന് പറയുന്നത്. വിശാലമായ ഒരു വലിയ ഒരു പൂന്തോട്ടത്തിന് നടുവിലാണ് ഈ ഒരു ഗുംബസ് സ്ഥിതി ചെയ്യുന്നത്. 1782-84 കാലഘട്ടങ്ങളിൽ ടിപ്പു സുൽത്താൻ്റെ ഫാദറിനെയും മദറിനെയും ഖബറടക്കാൻ വേണ്ടി ടിപ്പു സുൽത്താനാണ് ഈ ഒരു ഗുംബസ് പണി കഴിപ്പിച്ചത്. അപ്പോൾ 1799 ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ വധിച്ചു കഴിഞ്ഞപ്പം ബ്രിട്ടീഷുകാർ തന്നെ ഇവിടെ ടിപ്പു സുൽത്താനെ ഖബറടക്കാനും അനുമതി നൽകിയിരുന്നു. അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ ഫാദർ, മദർ, ഈ 3 പേരെയുമാണ് ആ ഗുംബസിന് ഉള്ളിൽ ഖബറടക്കിയിരിക്കുന്നത്. കൂടാതെ ആ ഗുംബസിന്റെ വരാന്തകളിലൊക്കെ ടിപ്പു സുൽത്താൻ്റെ സിസ്റ്റർ, മകള്, അതുപോലെ മരുമകന്, അങ്ങനെ ഒരുപാട് പേരെ പുറത്തും ഖബറടക്കിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ മരച്ചോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഇവിടങ്ങളിലൊക്കെ കുറേയധികം ഖബറുകൾ കാണാനായിട്ട് കഴിഞ്ഞു. അത് ചിലപ്പം ടിപ്പു സുൽത്താൻ്റെ അകന്ന ബന്ധുക്കളുടെയോ അവരുടെയൊക്കെ ആകാനായിട്ടാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഇത് വലിയൊരു പുൽത്തകടിക്ക് നടുവിലായിട്ടാണ് ഈ ഗുംബസ് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് കാലത്ത് ടിപ്പു സുൽത്താൻ ആ ഒരു ഫാദറും മദറും മരിച്ചതിന് ശേഷം ഈ ഒരു പൂന്തോട്ടങ്ങളെ അലങ്കരിക്കാനായിട്ട് വിദേശത്ത് നിന്ന് ഒരുപാട് ചെടികളൊക്കെ കൊണ്ടുവന്നിരുന്നു. പ്രധാനമായിട്ടും ഓട്ടോമൻ തുർക്കി, പേർഷ്യ, കാബൂള്, ഫ്രഞ്ച്, മൗറീഷ്യസ് ഇവിടങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ചെടികൾ കൊണ്ടുവന്നിട്ട് ഈ ഒരു പൂന്തോട്ടത്തെ മനോഹരമായിരുന്നു. അതുപോലെ തന്നെ ഇതിന് ചുറ്റും ഒരുപാട് സൈപ്രസ് മരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ബ്രിട്ടീഷുകാർ ഈ ശ്രീരംഗപട്ടണം പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ സൈപ്രസ് മരങ്ങളൊക്കെ വെട്ടിയിരുന്നു. പക്ഷെ ഇപ്പം പുതിയതായിട്ട് സൈപ്രസ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ കാണുന്നതാണ് ഗുംബസ്. ആദ്യം ഗുംബസിന്റെ പുറത്തായിട്ട് തന്നെ കുറേ അധികം ഖബറുകളുണ്ട്. അതൊക്കെ അകന്ന ബന്ധുക്കളുടെയൊക്കെ ഖബറുകളാണ്. നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. ആ കറുത്ത കളറിൽ അവിടെ ഒരു ഖബറുണ്ടല്ലോ, അത് ടിപ്പു സുൽത്താൻ്റെ വളർത്തമ്മയുടെ ഖബറാണ്. അപ്പം കൂടാതെ ഇതിന്റെ പുറത്ത് കുറേ അധികം ഖബറുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതാണ് മറ്റേ വളർത്തമ്മയായിട്ടുള്ള മദീന ബീഗത്തിന്റെ ഖബറാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ തന്നെ ടിപ്പു സുൽത്താൻ്റെ പുറത്ത് വരാന്തയിൽ കാണുന്നത് സുൽത്താന ബീഗം, ടിപ്പു സുൽത്താൻ്റെ സഹോദരി, അതുപോലെ ഫാത്തിമ ബീഗം, ടിപ്പു സുൽത്താൻ്റെ മകള്, ഷസാദി ബീഗം, ടിപ്പു സുൽത്താൻ്റെ പേരക്കുട്ടി, സയ്യിദ് ഷഹബാസ്, ടിപ്പു സുൽത്താൻ്റെ മരുമകന്, അവരുടെയൊക്കെ ഖബറുകളാണ് ഈ പുറത്ത് വരാന്തയിൽ കാണുന്നത്. ഇനി നമ്മൾ പതുക്കെ ഉള്ളിലേക്ക് കയറുകയാണ്. കണ്ടോ, ഇവിടെ വലിയൊരു വാതിലൊക്കെ ഉണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു വാതിലാണ്. നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിയുമ്പം ആദ്യമായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു കടുവയുടെ രീതിയിലുള്ള ഒരു ഖബറുണ്ട്. അതിൻ്റെ ഒരു മുകളിൽ വിരിച്ചിട്ടിരിക്കുന്നത് അതാണ് ടിപ്പു സുൽത്താൻ്റേത്. നടുക്കുള്ളത് ടിപ്പു സുൽത്താൻ്റെ ഫാദർ ഹൈദരലിയുടെ ഖബറാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ ആ പച്ച പൊതിച്ചിരിക്കുന്നത് ടിപ്പു സുൽത്താൻ്റെ മദർ ഫക്രുന്നിസയുടെ ഖബറാണ്. അപ്പം ഈ 3 ഖബറുകളാണ് ഈ ഗുംബസിന്റെ ഉള്ളിലുള്ളത്. പിന്നെ ഈ ഗുംബസിന്റെ ബാക്കിലായിട്ട് തന്നെ ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ച ഒരു പള്ളിയുണ്ട്. വളരെ മനോഹരമായ ഒരു പഴയ രീതിയിലുള്ള ഒരു പള്ളിയാണ്. ഇത് പണ്ട് കാലത്ത് സമയം നോക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ്. അപ്പുറത്തെ ഒരു സ്തൂപം പോലൊരു സംഭവമുണ്ട്. അതിൽ നിന്നുള്ള നിഴൽ ഉപയോഗിച്ചിട്ടാണ് സമയം നോക്കിക്കൊണ്ടിരുന്നത്. കൂടാതെ ഈ ഒരു ഗുംബസ് ഈ ഒരു മിനാരം നിലനിൽക്കുന്നത് ഏകദേശം 36ഓളം കരിങ്കൽ തൂണുകളിലാണ്. വലിയ കരിങ്കൽ തൂണുകൾ ചുറ്റും നമുക്ക് കാണാനായിട്ട് കഴിയും. അതിലാണ് ഈ ഒരു ഗുംബസ് നിലനിൽക്കുന്നത്. കൂടാതെ ഈ ഒരു ഗുംബസിന്റെ നിർമ്മാണത്തിന് ഒരുപാട് കരിങ്കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കരിങ്കല്ലുകളും അതുപോലെ മാർബിള്, ഗ്രാനൈറ്റ്, അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ഗുംബസ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പുറത്തുള്ള ഒരു വിശാലമായ ഒരു പൂന്തോട്ടം ഉണ്ടല്ലോ, ആ ഒരു പൂന്തോട്ടം നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനും അതുപോലെ തന്നെ വലിയ വലിയ മരങ്ങളുള്ളതുകൊണ്ട് അതിന്റെ ചുവട്ടിലൊക്കെ നമുക്ക് ഇരിക്കാനും ഒക്കെ കഴിയും. പിന്നെ ഇതിന്റെ പുറത്തും കുറേയധികം ഖബറുകളുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ടിപ്പു സുൽത്താൻ്റെ അകന്ന ബന്ധുക്കളുടെ ആണ്. ഈ വരാന്തയിൽ കാണുന്നത് ടിപ്പു സുൽത്താൻ്റെ മകള്, അതുപോലെ മരുമകന്, പെങ്ങള്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വളർത്തമ്മ, പേരക്കുട്ടി, ഇവരുടെയൊക്കെ ഖബറുകളാണ് ഈ വരാന്തയിൽ തന്നെ കാണുന്നത്. ഗുംബസിന്റെ ഉള്ളിൽ ടിപ്പു സുൽത്താന്റെയും ഫാദറിന്റെയും മദറിന്റെയും മാത്രമേ ഖബറുകളുള്ളൂ. കൂടാതെ പണ്ട് കാലത്ത് ഇവിടെ വളരെ മനോഹരമായ ഒരു വാതിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ട് പോയി. ഇപ്പം അത് ലണ്ടനിലെ വിക്ടോറിയ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
പിന്നെ ഇത് പുറത്തുള്ള വേറൊരു ബിൽഡിംഗ് ആണ്. ഇത് പണ്ടത്തെ കുതിര ലയമായിരുന്നു. ഇപ്പൊ ഇതൊരു ആർട്ട് ഗാലറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു പൂന്തോട്ടം, ഒരു പുൽത്തകടിക്ക് നടുക്കാണ് ഈ ഒരു ഗുംബസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കുറേ ദൂരം നടന്നിട്ടാണ് ഈ ഒരു മെയിൻ ഗുംബസിലേക്ക് എത്തേണ്ടത്. പക്ഷെ അതിന് പുറത്തായിട്ട് ഇപ്പോൾ ഒരുപാട് സൈപ്രസ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പുറത്ത് കുറേ കുതിര സവാരിക്കാരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും മൈസൂർ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുംബസ് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കല്ല.